ഹലോ മക്കളെ, ഇപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ അവസാനത്തെ എക്സാംസിലൂടെ ആയിരിക്കും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എക്സാം ഭയങ്കര അല്ലേ, ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങളെ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ. ഭയങ്കര എല്ലാം തന്നെ ടഫാവുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതായിരിക്കില്ല പറയാം. കാരണം ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇപ്പോൾ ബയോളജിയിൽ ബോട്ടണി ആയാലും എല്ലാം തന്നെ എന്താണ് കംപ്ലീറ്റ്ലി പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഒന്നും വേണ്ട, നിങ്ങൾ നമ്മുടെ +2 ലൈവിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും +2 കുട്ടികളുടെ ഈ ഒരു അവസ്ഥ. അപ്പോൾ എന്തിനാ മിസ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ഞങ്ങൾ അടുത്ത വർഷം +2ലേക്കൊക്കെ പോകാൻ പോവല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സാം ഒന്നും കഴിഞ്ഞില്ലല്ലോ മിസ്, അതിനു മുമ്പ് ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, ഇതൊരു അവെയർനെസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതിൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും അവർ പറയുന്നുണ്ടാകും, അതായത് തുടക്കം മുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് നല്ല പോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ടഫായിട്ട് കൂടെ അവർക്കൊരു പരിധി വരെയൊക്കെ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും ടഫായിട്ട് പോലും അവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ടഫായി കഴിഞ്ഞിട്ടും അവർക്ക് എന്തുകൊണ്ട് എഴുതാൻ പറ്റി? അപ്പം ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ നല്ല പോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് അത് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ്. രണ്ടാമത്തെ ഒരു കാരണം, നമ്മളിപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പിടിച്ച് പഠിച്ചതായിരിക്കും. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ടാവില്ല, ബൈ ഹാർട്ട് ലേണിംഗ് ആയിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ പഠിച്ചതായിരിക്കും. ഇനി അതും അല്ല, നമ്മളെല്ലാം പഠിച്ചെങ്കിൽ കൂടെ നമ്മൾക്ക് മെമ്മറിയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാം കൂടെ പോയിട്ടുണ്ടാകും അല്ലേ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾ +1 പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 9ാം ക്ലാസ്സോ SSLCയോ പോലെ അല്ല +1 +2 തുടക്കം മുതൽ പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ +2ലേക്ക് പോകുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ച പോലെ, നിങ്ങളിപ്പോൾ +1 എക്സാം കഴിഞ്ഞതുപോലെ ഭയങ്കര ഈസി പേപ്പർ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പേപ്പർ ഈസി ആവില്ല. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലായിട്ടുണ്ടാകും. സാധാരണ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ഒരു കൊറോണ കഴിഞ്ഞ് 2 വർഷത്തൊക്കെ പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു. പ്രീവിയസ് ഇയറിൽ എന്താണോ അതേ ക്വസ്റ്റ്യൻ ഒരു വാക്ക് പോലും ഒരു സെൻറ്റൻസ് പോലും മാറാതെ വന്നിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതിൻ്റെ എല്ലാ തരത്തിലുള്ള സൂചനകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി +2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും അത് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കരുത് എന്നാണ് മിസ്സിന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന മിസ് അടുത്തതായിട്ട് ഇനി ബാച്ച് പ്രൊമോഷൻ ആയിരിക്കും പറയാൻ പോകുന്നത്. ഒരിക്കലും അല്ല. നിങ്ങളെല്ലാവരും എന്തായാലും നമ്മുടെ ബാച്ച് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. എന്ന് വെച്ചാൽ മിസ് പറയണത് കേട്ട് നിങ്ങൾ ഉയരെ ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂ, ഒരിക്കലും അല്ല, അങ്ങനെയല്ല. നിങ്ങൾ എവിടുന്നായാലും പഠിച്ചാലും തുടക്കം മുതലേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്സ് വാങ്ങിക്കാൻ പറ്റും അല്ലേ. അത് നമ്മളുടെ എക്സാമിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതലേ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. അത് എക്സാമിൻ്റെ കൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല മാർക്സ്, ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചു തരാൻ പറ്റും എന്നുള്ളത്. കാരണം കേരളത്തിലെ ഏറ്റവും അടിപൊളി ടീച്ചേഴ്സ് ആയിരിക്കും, നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള നിങ്ങളെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫിസിക്സിന് അലക്സ് സാറും ദിൽഷ മിസ് ഉണ്ടാകും, ആൻഡ് മാത്സിന് അലൻ സാറും അതുപോലെ തന്നെ അഭയ് സാറും മേഘാ മിസ് ഉണ്ടാകും, ബയോളജിക്ക് ഞാൻ ATR മിസ് സ്നേഹ മിസ് ഉണ്ടാകും, ഫിസിക്സിന് കെമിസ്ട്രിക്ക് ജസീൽ സാർ ഉണ്ടാകും. ഇവരൊക്കെ ആയിരിക്കും നിങ്ങളെ ബാച്ചിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും, ലേണിംഗ് വീഡിയോസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ആൻഡ് നമ്മുടെ ഒരു 2nd ടേം മുതൽ നമുക്ക് ലൈവ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ്. കംപ്ലീറ്റ് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ലൈവായിട്ടായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിസ് ലേണിംഗ് വീഡിയോസ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ലേണിംഗ് വീഡിയോസ് വേണ്ടവർക്ക് അതും ഉണ്ടാവും. ഇതൊരു എക്സ്ട്രാ ഫീച്ചറാണ് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഉയരെ ബാച്ചിലാണെങ്കിൽ ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ ഉണ്ടാവുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് കുറേ ടോപ്പേഴ്സിനെയൊക്കെ നമ്മുടെ +1 കാണിച്ചല്ലോ, അതേപോലെ തന്നെ +2 ടോപ്പേഴ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ +2 ടോപ്പേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെല്ലാവരും നമ്മുടെ എക്സാമിൻ്റെ ഉയരെ ബാച്ചിൽ പഠിച്ച് ഫുൾ മാർക്സിലേക്ക് എത്തിയ ആൾക്കാരാണ്. ഫുൾ മാർക്ക് 99.9%, 99.9, 99.7, 99.7 ഇത്രയും റിസൾട്ട് നമ്മുടെ ഉയരെ ബാച്ചിലെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അല്ലേ, ഇനി വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിനർത്ഥം
നമ്മുടെ ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്, പഠിക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം. കാരണം ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ എക്സാംസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ കൂടി നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്കിപ്പോൾ ബയോളജിയുടെയാണ് മിസ് വെച്ചിട്ടുള്ളത്, ഇതേപോലെ നമുക്ക് ഓരോന്നിൻ്റെയും കാണാൻ പറ്റും സ്ക്രീൻഷോട്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്സിലെ കമൻറ്റിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തോന്നും ഇതൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല, ഇതെല്ലാം മറന്നുപോയി എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ അത് ആരായിരിക്കും? ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച ആളായിരിക്കും. ലാസ്റ്റ് മിനിറ്റിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവും ഈ ഒരു 7 hours ലൈവും 10 hours ലൈവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമായിരിക്കും. കാരണം പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സാണ്, നിങ്ങൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല അത്യാവശ്യം ബുദ്ധിയുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമോ? ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു 1 time ലേണിംഗ് കൊണ്ട് അതങ്ങോട്ട് മെമ്മറിയിൽ എത്തിക്കാൻ നമ്മൾ ചിട്ടി റോബോ ഒന്നും അല്ലല്ലോ, അല്ലേ? അങ്ങനെ ഇല്ല എന്നല്ല, അങ്ങനെയുള്ള വളരെ ചുരുക്കം പേരാണുള്ളത്. മെജോറിറ്റി എന്താണ്, റിപ്പീറ്റഡ് ലേണിങ്ങിലൂടെ ലോങ് ടേം മെമ്മറി ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ വെക്കും, നമ്മൾ പഠിപ്പിച്ചതൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചിട്ടുണ്ടാവണം. അത് എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൻ്റെ കൂടെ ആണെങ്കിൽ ഞങ്ങളുണ്ടാവും എന്ന് ഞങ്ങൾ കോൺഫിഡൻസോട് കൂടി പറയും. ഇനി അതല്ല വേറെ എവിടുന്നെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും, പേപ്പർ അങ്ങനെയൊക്കെ ടഫായാലും. ഓക്കെ, കാര്യം മനസ്സിലായി? റെഡിയാണ്? ഓക്കെ. അപ്പോൾ +2ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പാസ്സാവുന്നതൊന്നും കാത്തു നിൽക്കാൻ നിൽക്കേണ്ട. സ്റ്റാർട്ടിങ് മുതൽ തന്നെ എത്രയും പെട്ടെന്ന് പഠിക്കുക. നമ്മുടെ ഉയരെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ തുടങ്ങും. ഓക്കെ, ഏകദേശം നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നുണ്ടാവും നമ്മുടെ ഉയരെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം, പഠിക്കാം. കാരണം നിങ്ങൾ +1 വെച്ച പോലെ നിങ്ങൾക്ക് ജാനുവരി ഫെബ്രുവരി ഒന്നും സമയമൊന്നും ഉണ്ടാവില്ല. കാരണം ജാനുവരിയിലേക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങും, റെക്കോർഡ് വർക്ക്സ് ഉണ്ടാകും, ഇതിൻ്റെ കൂടെ മോഡൽ എക്സാം വരും, പബ്ലിക് എക്സാം വരും. നിങ്ങൾക്ക് ആകെ ഡിസംബർ വരെ മാത്രമേ പഠിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ പ്രോപ്പറായിട്ട്. അതിനുശേഷം റിവിഷനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും, 8ൻ്റെ പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വേണ്ട എന്നാണെങ്കിൽ എൻ്റെ മക്കൾ ദയവ് ചെയ്ത് സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാം. നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇതൊരു ബാച്ച് പ്രൊമോഷനോ ഇതിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊന്നല്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പഠിക്കാം. അതല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുക, നല്ല പോലെ മാർക്സ് ഉണ്ടാക്കുക. ഒരു കാരണവശാലും ഈസി ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ നല്ലപോലെ പഠിച്ചെങ്കിൽ എങ്ങനെയൊക്കെ പേപ്പർ മാറിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ള നിങ്ങളുടെ ചോയ്സാണ്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ല മാർക്സ് വേണോ ചീത്ത മാർക്സ് വേണോ, നിങ്ങൾക്ക് എക്സാമിനോട് പഠിക്കണോ വേറെ എവിടെ പഠിക്കണോ, നിങ്ങളുടെ ചോയ്സാണ്. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് നിങ്ങൾക്ക് ഏതാണോ അത് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മുടെ ബാച്ചിലും ലൈവിലൊക്കെ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.